അപ്പോൾ നമുക്ക് ക്ലിപ്പിംഗ് മാസ്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ രണ്ട് പിക്ചറുണ്ട്. ഇതൊരു പിക്ചർ, ഇത് വേറൊരു പിക്ചർ. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിനെ കോപ്പി ചെയ്യുക, അതിനുശേഷം ഫയൽ ഓപ്പൺ ചെയ്യുക. ഏത് പിക്ചറാണെന്ന് പറഞ്ഞാൽ അത് ഓപ്പൺ ചെയ്യുക. നമ്മൾ ആ ഒരു സോഴ്സ് ഫയൽ എവിടെയാണെന്നുള്ളത് Ctrl+V അടിച്ചിട്ട് പേസ്റ്റ് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സിറ്റി എന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ള ഒരെണ്ണം, മാൻ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ള വേറൊരു പിക്ചർ. സോ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഓപ്പൺ കൊടുക്കുമ്പോൾ ഈ ഒരു പിക്ചർ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ അകത്തോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ലോക്ക് മാറ്റേണ്ട ആവശ്യം നമുക്കിപ്പോൾ ഇല്ലല്ലോ. അതുകൊണ്ട് തൽക്കാലത്തേക്ക് നമ്മൾ ലോക്ക് മാറ്റുന്നില്ല. ലോക്ക് മാറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മൂവ് ടൂളില്ലേ, ഫസ്റ്റ് ടൂൾ മൂവ് ടൂൾ വെച്ച് നമ്മൾ ഈ ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോട്ടോഷോപ്പ് നമ്മൾ ചോദിക്കും ദ കറൻറ്റ്ലി സെലക്റ്റഡ് ലെയർ ഈസ് എ ബാക്ക്ഗ്രൗണ്ട് ലെയർ, യു കനോട്ട് മൂവ് എ ബാക്ക്ഗ്രൗണ്ട് ലെയർ. അപ്പോൾ ഞാൻ കൺവേർട്ട് നോർമൽ ലെയർ എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് എന്താവും, ഡിസ്കണക്റ്റ് ആയിക്കോളും, അല്ലെങ്കിൽ ലോക്ക് മാറിക്കോളും. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ലോക്ക് ചെയ്യുക, ഇവിടെ അൺലോക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്ത് മാറ്റിയ ശേഷം ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയൽ പ്ലേസ് ലിങ്ക്ഡ്, ആളുടെ ഫോട്ടോ ഞാനിവിടെ കൊണ്ടുവച്ചു. ഓക്കെ, ഇനി എന്ത് ചെയ്യുക വെച്ചാൽ ഇതിനെങ്കിൽ ലോക്ക് ചെയ്ത് വയ്ക്കുക ആവശ്യം കഴിഞ്ഞാൽ. ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ ക്ലിപ്പിംഗ് മാസ്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ക്യാരക്ടറിനെ നമ്മൾ കറക്റ്റ് ഈ ഒരു പൊസിഷനിൽ കൊണ്ടുവച്ചാൽ, എന്നിട്ട് ഇതുണ്ടല്ലോ, ഇപ്പോൾ ഫസ്റ്റ് ലെയറിലിരിക്കുന്നത് ആളാണ്, രണ്ടാമത്തേലിരിക്കുന്നത് എന്താണ്, പിക്ചറാണ്. അപ്പോൾ ഞാൻ ഈ പിക്ചറിൻ്റെ അടുത്ത് ഇതിൻ്റെ ടോപ്പിലിടുന്നു. ഓക്കെ, അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒപ്പാസിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതാണ് ഒപ്പാസിറ്റി, ലെയറിൻ്റെ അകത്ത് ഒപ്പാസിറ്റി. അപ്പോൾ ഒപ്പാസിറ്റി കുറയ്ക്കുമ്പോൾ ഓബ്വിയസ്ലി എന്തായിരിക്കും, ഇവിടെ ഇങ്ങനെ പതുക്കെ ട്രാൻസ്പാരൻ്റ് ആയിട്ട് വരും. കണ്ടോ, മൂവ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഇടാം, കണ്ടല്ലോ. അപ്പോൾ എനിക്ക് നമ്മളെ ഔട്ട്പുട്ട് ഇങ്ങനെ തന്നെ ആയിരിക്കും ഏകദേശം, കണ്ടോ, ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഏത് സിറ്റിയുടെ ഭാഗമാണ് നമുക്ക് വേണ്ടത് ആ ഒരു ഭാഗത്തിനനുസരിച്ച് നമുക്കത് ഇങ്ങനെ മൂവ് ചെയ്ത് വെച്ച് കൊടുക്കാം, കണ്ടോ. അപ്പോൾ എനിക്ക് സിറ്റി മൊത്തം വേണമെന്നുണ്ടെങ്കിൽ ഇയാളുടെ കംപ്ലീറ്റ് ഏരിയക്കകത്ത് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇതിനെ ജസ്റ്റ് മൂവ് ചെയ്ത് ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കും, എൻ്റർ അടിക്കുക, കണ്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്പാസിറ്റിയും കൂട്ടുക. എന്നിട്ട് ഇവിടെ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ കണ്ടോ, ഇതാണ് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത സംഭവം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇത് കണ്ടോ, ഇതാണ് ക്ലിപ്പിംഗ് മാസ്കിൻ്റെ ഒരു സിമ്പിൾ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു പിക്ചറിലേക്ക് ഈ ഒരു ഇത് ക്ലിപ്പായിരിക്കണം മാസ്കിലോട്ട്. കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു പിക്ചർ ഇത്രയേ ഉള്ളൂ, മനസ്സിലായോ. ആ ക്യാരക്ടർ നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നതല്ലേ, അപ്പോൾ അതിലോട്ട് മാത്രം അത് വന്ന് ക്ലിപ്പായിരിക്കും. അതാണ് നമ്മൾ ക്ലിപ്പിംഗ് മാസ്ക് എന്ന് പറയുന്നത്. ഇതിനെ റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക്, റിലീസ് ക്ലിപ്പിംഗ് മാസ്ക്. അപ്പോൾ നമുക്ക് പഴയ പോലെ വരും. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഈ മാൻ എന്ന് പറയുന്ന ഈ ഒരു പിക്ചറിന് ഇതിൻ്റെ മുകളിലിട്ടാൽ റൈറ്റ് ക്ലിക്ക്, ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക്, ഒന്നും നടക്കത്തില്ല. കാരണം എന്താണ്, ഇത് ഏത് പിക്ചറാണ് വലുത്, ആ പിക്ചറാണ് വലുത്. പോരാത്തതുകൊണ്ട് ഈ ഒരു ഏരിയക്കകത്ത് കംപ്ലീറ്റ് ആയിട്ട് വേറെ ഒബ്ജക്ട്സും ഉണ്ട്, അതുകൊണ്ട് അത് വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ വേറെ എന്ത്, ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഇതിനെ ഞാനങ്ങ് ഹൈഡ് ചെയ്തിട്ട് ഇതിനകത്ത് ടെക്സ്റ്റ് ടൂളുണ്ട്, കണ്ടോ, ടെക്സ്റ്റ്, ടി ഫോർ ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് ഞാനിപ്പോൾ ചുമ്മാ ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പൊസിഷനിൽ കൊണ്ടുപോയിക്കുക. അപ്പോൾ ഇപ്പോൾ വലിയ ലെയർ ഏതാണ്, ചെറിയ ലെയർ ഏതാണ്, മീൻസ് ഇതല്ലേ ചെറിയ ലെയർ. അപ്പോൾ ചെറുത് മീൻസ് ഇതല്ലേ കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കവർ ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ അടുത്ത് ഇതിൻ്റെ മുകളിലിടുക, എന്നിട്ട് റൈറ്റ് ക്ലിക്ക്, ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക്. കണ്ടോ, ഇപ്പോഴാണ് ക്ലിപ്പിംഗ് മാസ്ക് ആയത്. ഇനി ഞാനിതിന് സൂം ചെയ്യണം, Ctrl+ അടിച്ച് സൂം ചെയ്തു. അതിനുശേഷം ഞാനിതിനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയേ, കണ്ടോ, മനസ്സിലായ സംഭവം. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും കൂടെ നോക്കാം. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ഈ ആളുടെ ഇപ്പോൾ ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ, അതിനുശേഷം ഇതിൻ്റെ അകത്ത് 1 2 3 4 അതായത് ഉണ്ടോ, ഇതിൻ്റെ പേര് ക്രിയേറ്റ് ന്യൂ ഫിൽ ഓർ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ. അതിൽ ഒരു വട്ടം ക്ലിക്ക് ചെയ്യുക, സോളിഡ് കളർ, കണ്ടോ. അപ്പോൾ ഏത് കളറാണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് പിക്ക് ചെയ്യേണ്ടത്, കണ്ടോ, ആ കളർ നമുക്കിതിലേക്ക് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാം, കണ്ടോ. ഇതാണ് കളർ പിക്കർ. അപ്പോൾ ഓരോ കളർ ഇൻഡിക്കേഷനിലും നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകാം. അതിൻ്റെ ഹൈലൈറ്റും അതിൻ്റെ എന്താണ് ലൈറ്റ് കുറഞ്ഞതും ലൈറ്റ് കൂടിയതും വേരിയേഷൻ ഓഫ് കളേഴ്സ് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ ഗ്രീനിൻ്റെ മാക്സിമം, ഗ്രീനിൻ്റെ മിഡ് ടോൺ, പിന്നെ ഏത് കളറാണെന്ന് പറഞ്ഞാൽ ആ ഒരു കളറിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ തൽക്കാലം ഇതാണ് നമ്മൾ സ്ലൈഡർ എന്ന് പറയുന്നത്, കണ്ടോ. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോൾ നമുക്ക് കളറിലേക്ക് പോകാം. അല്ലാന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്താലും മതിയാവും.
ക്ലിക്ക് ചെയ്തിട്ട് പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത്, അല്ലെങ്കിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്ച്വലി നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് എഡിറ്റ് ചെയ്യാം. അതിൻ്റെ ഹിസ്റ്ററി ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഡബിൾ ക്ലിക്ക് ചെയ്താൽ വീണ്ടും നമുക്കിതിന് എഡിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ കീബോർഡിൽ ഡിലീറ്റ് കീ അടിക്കുക. ഇനി ഇവിടെ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക്, റിലീസ് ക്ലിപ്പിംഗ് മാസ്ക്. കണ്ടോ, റിമൂവ് ആയല്ലോ. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിനെല്ലാം റിമൂവ് ചെയ്യാണ്, ഇതിനെ ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഒരു ബ്ലാക്ക് സോളിഡ് കളർ എടുക്കുക. സോളിഡ് കളർ ബ്ലാക്ക്. ഓക്കെ, ഇയാളുടെ ബോധർ ചെയ്യേണ്ട, നമുക്കിതിനെ ഡിലീറ്റ് ചെയ്യാം. ഒന്നുകിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഡിലീറ്റ് ആവും, പക്ഷേ അത് നമ്മുടെ അടുത്ത് ചോദിക്കും ഡിലീറ്റ് ദ ലെയർ മാൻ എന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ഡിലീറ്റ് കീ അടിച്ചാൽ ഡിലീറ്റ് ആയി പോകും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഒരു ടെക്സ്റ്റ് ലെയർ എടുത്തിട്ട് ഇതിൽ ടൈപ്പ് ചെയ്യാണ് മാസ്ക്. ചുമ്മാ ടൈപ്പ് ചെയ്തു മാസ്ക്. എന്നിട്ട് ഞാൻ ഇതിനെ നല്ലവണ്ണം സ്കെയിൽ ചെയ്തു. ഓക്കെ, എൻ്റർ ചെയ്തു. എന്നിട്ട് പുതിയ ഒരു ലെയർ എടുത്തു. എന്നിട്ട് ഞാൻ ഇതിൻ്റെ അകത്തു നിന്ന് ഒരു ബ്രഷ് ടൂൾ എടുത്തു. കേട്ടോ, ബ്രഷ് ടൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വെറുതെ പെയിൻറ്റ് ചെയ്യാനുള്ളതാണ്. കണ്ടോ, ബ്രഷ് ടൂൾ. ഞാനിപ്പോൾ ചുമ്മാ ഇങ്ങനെ റാൻഡമായിട്ട് ഇങ്ങനെ വരയ്ക്കുകയാണ്. ഈ കളർ വന്നതിനുള്ള കാരണം നമ്മൾ ഇതാ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതുണ്ടോ, ഇത് ഫോർഗ്രൗണ്ട് കളറാണ്. ഇത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേറെ കളർ വേണമെങ്കിൽ വേറെ കളർ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്കിങ്ങനെ റഫായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റാൻഡമായിട്ട് പെയിൻറ്റ് ചെയ്ത് ഞാൻ. ഓക്കെ, ഇപ്പോൾ ടോപ്പ് ലെയറിൽ ഏതായിരിക്കുന്നത്? ടോപ്പ് ലെയറിൽ പെയിൻ്റ് ആണ് ഇരിക്കുന്നത് അല്ലേ? പക്ഷേ അതിനെ നമ്മൾ കവർ ചെയ്ത് മൊത്തത്തിൽ ഇങ്ങനെ വരയ്ക്കുന്നുള്ളൂ. കേട്ടോ, പല സ്ഥലത്ത് റാൻഡമായിട്ട് വരയ്ക്കുക അല്ലേ, ഇങ്ങനെ വരയ്ക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ വരയ്ക്കുകയാണ്. സോ റൈറ്റ് ക്ലിക്ക്, ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക്. കണ്ടോ, അപ്പം നമ്മൾ എങ്ങനെ വരയ്ക്കുന്നു അതനുസരിച്ചായിരിക്കും നമ്മളെ ക്ലിപ്പിംഗ് മാസ്ക് വർക്ക് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, റിലീസ് ക്ലിപ്പിംഗ് മാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടുന്ന് റിലീസാവും, ക്ലിപ്പിംഗ് മാസ്ക് റിലീസാവും. ഓക്കെ, അപ്പോൾ ഏതൊരു ഒബ്ജക്റ്റ് ആയിരുന്നാലും ഒരെണ്ണത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ക്ലിപ്പിംഗ് മാസ്ക് കൊടുക്കാം. ഈ മാസ്ക് എന്നുള്ള നമ്മൾ എഴുതിയിരിക്കുന്നതുണ്ടോ, ഇതിൻ്റെ അകത്തൊരു പിക്ചർ ആണെങ്കിൽ നമ്മൾ നേരത്തെ പോലെ ഫയൽ പ്ലേസ് ലിങ്ക്ഡ്, ഞാൻ ഈ പിക്ചർ എടുക്കുന്നു, ഇതിൻ്റെ അകത്തോട്ട് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാം. ഫയൽ പ്ലേസ്. ഓക്കെ, ഇവിടെ കൊടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിനെ സെലക്ട് ചെയ്ത് മുകൾ ഭാഗത്തോട്ട് വെച്ചു. ഒപ്പാസിറ്റി കുറച്ച് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. കണ്ടോ, ഇതാണ് ആക്ച്വലി നമ്മൾ വർക്ക് ചെയ്യുന്ന സംഭവം. ഏത് ഭാഗമാണ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കാണേണ്ടത് ആ ഭാഗത്തേക്ക് വയ്ക്കുക. ഓക്കെ, എന്നിട്ട് ഒപ്പാസിറ്റി ചെറുതായിട്ട് കൂട്ടാം, നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം. റൈറ്റ് ക്ലിക്ക്, ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക്. കണ്ടോ, ഇപ്പം നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ കളർ വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യാം, കളർ പെട്ടെന്ന് നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, അത് പോരാഞ്ഞിട്ട് ക്ലിപ്പിംഗ് മാസ്ക് ഇവിടെ ഇരിക്കുകയല്ലേ, അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ മൂവ് ചെയ്യാം. അവിടെ തന്നെ ഒപ്പാസിറ്റി ക്ലിയർ ചെയ്യണമെന്നൊന്നുമില്ല. കണ്ടോ, ഈ ഭാഗത്ത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം.